എൻ്റെ കുടുംബത്തിന് അപൂർവമായ ഒരു ദുരന്ത ചരിത്രമുണ്ട്. കുറഞ്ഞ വർഷം എൻ്റെ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ടായിരുന്നത് അതാണ്. അത് തിരമാലകളായി വരും, അത് ആഗ്രഹിക്കുമ്പോൾ വരും. അമ്മൂമ്മ അശുഭ സൂചനയോടെ പറഞ്ഞു. പക്ഷേ അമ്മൂമ്മ അന്ധവിശ്വാസിയും പൊതുവെ വിചിത്രയുമാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മൂമ്മയുടെ വിചിത്ര സ്വഭാവം കാരണം അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നില്ല. എനിക്ക് അവ്യക്തമായി ഓർമ്മയുള്ള ഒരേ ഒരു ദുരന്തം ഹോളി അഥവാ ഹോളെന്ന് വിളിക്കുന്ന എൻ്റെ അനുജത്തിയുടെ മരണം മാത്രമായിരുന്നു. അന്നെനിക്ക് 10 വയസ്സായിരുന്നു. എനിക്ക് അധികമൊന്നും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മകൾ മഴയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഫോട്ടോ പോലെയാണ്. വികലമായി അരികുകൾ മങ്ങി, എനിക്ക് മനസ്സിലാകാതെ എന്തോ ഒന്നുപോലെ. പക്ഷേ ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഓർമ്മകളും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റാരോ എന്നോട് പറഞ്ഞൊരു കഥ പോലെ ഞാനത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ കൂടുതൽ ഓർമ്മിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ സംശയങ്ങൾ അവശേഷിച്ചു. ഹോൾ മരിച്ച ശേഷം അമ്മയും അമ്മൂമ്മയും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടേയിരുന്നു. അമ്മൂമ്മയ്ക്ക് അവളുടെ മരണത്തിൽ എന്തോ അസാധാരണത്വം തോന്നിയിരുന്നു. അമ്മൂമ്മ എപ്പോഴും ഒരു ദുഷ്ട സാന്നിധ്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. ചിലപ്പോഴൊക്കെ അമ്മൂമ്മ എന്നെയും അമ്മയും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോലും പോയി. ഒടുവിൽ സഹിക്കാനാവാതെ അമ്മ അമ്മൂമ്മയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. 12 വർഷമായി ഒരു പ്രേതാലയം പോലെ തോന്നിക്കുന്ന സ്നേഹമില്ലാത്ത ഒരു വീട്ടിൽ കുടുംബമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. എല്ലാം മറക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. എന്നിരുന്നാലും കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ ശരിയായ ദിശയിലേക്ക് മുന്നോട്ട് പോകുന്ന പോലെയാണ് തോന്നിയത്. ആരും അടുത്തില്ലെന്ന് തോന്നുമ്പോൾ അമ്മ സ്വയം സംസാരിക്കാൻ തുടങ്ങുന്നത് വരെയായിരുന്നു അത്. ഇത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആദ്യമൊക്കെ ഞാനും അച്ഛനും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ ഞങ്ങൾ അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ യുക്തിബോധമുള്ള ഒരാളോട് വല്ലപ്പോഴുമൊക്കെ സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറും. സത്യം പറഞ്ഞാൽ അത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമായി ഞങ്ങൾക്ക് തോന്നിയില്ല. ആ സമയം എൻ്റെ അച്ഛനും അമ്മയും ഒരേ മുറിയിലല്ല കഴിഞ്ഞിരുന്നത്. ഞാൻ സാധാരണയായി മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഇടപെടാറില്ല. പക്ഷെ ഒരു ദിവസം അമ്മ എൻ്റെ പേര് മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. അതെൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ വീടിൻ്റെ 2ാം നിലയിലെ ഇരുണ്ട ഇടനാഴിയിൽ നിന്നുകൊണ്ട് ഞാൻ അമ്മയെ നിരീക്ഷിച്ചു. ഇത് വിചിത്രമായി തോന്നിയേക്കാം, പക്ഷെ കുറച്ചു കാലമായുള്ള അമ്മയുടെ പെരുമാറ്റം എന്നെ അസ്വസ്ഥമാക്കിയിരുന്നു. അമ്മയ്ക്ക് എന്നോട് ഏതാണ്ട് ശത്രുതയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അജ്ഞാതമായ എന്തോ ഒരു കാരണത്താൽ അമ്മ എന്നോട് ദേഷ്യം പുലർത്തുന്നത് പോലെ. പരസ്പരം സംസാരിക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും മിടുക്കരായിരുന്നില്ല. കുറച്ച് പറഞ്ഞാൽ അത്രയും നല്ലത് എന്നതായിരുന്നു കുടുംബ മുദ്രാവാക്യം. ഇത് എനിക്ക് കിട്ടിയ നല്ലൊരു അവസരമായി തോന്നി. ഞാൻ എൻ്റെ ചെവി വാതിലുകളോട് ചേർത്ത് ശ്രദ്ധിച്ചു കേട്ടു. അമ്മ വളരെ ഒച്ചയില്ലാത്തതും കോപമുള്ളതുമായ ശബ്ദത്തിൽ പറയുമായിരുന്നു. എല്ലാം വ്യക്തമായി കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ മനസ്സിലാക്കിയതിൻ്റെ സാരം ഇതായിരുന്നു: ജൂലിയൻ അത് ചെയ്യില്ല. ഹോൾ, നീ പോ, തിന്മയാണത്. ഞാൻ വിറച്ചുപോയി. വാതിലിനോട് ചെവി ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ചില നിമിഷങ്ങളിൽ എനിക്ക് തുമ്മാൻ തോന്നി. ഞാനത് അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിനടുത്തേക്ക് കാലടി ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പിന്നിലേക്ക് ഒഴിഞ്ഞു. കഴിയുന്നത്ര വേഗത്തിൽ പടികളിറങ്ങി ഓടി. മെയിൻ കോറിഡോറിലെ പടിക്കെട്ടുകളുടെ താഴെ നിന്ന് ഞാൻ മുകളിലേക്ക് നോക്കി. കിടപ്പുമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പിന്നെ പടിക്കെട്ടുകളുടെ വരികൾക്ക് മുകളിൽ അമ്മയുടെ മുഖം പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അമ്മയുടെ പിന്നിലെ വെളിച്ചം അമ്മയുടെ മുഖത്ത് അസ്വാഭാവികമായൊരു നിഴൽ വീഴ്ത്തി. കണ്ണുകൾ കറുത്തിരണ്ട കുഴികൾ പോലെ കാണപ്പെട്ടു. പല്ലുകളുടെ തിളക്കം കാണാൻ പറ്റുന്ന വിധം അമ്മയുടെ വായ അല്പം തുറന്നിരുന്നു. ഒരു നിമിഷം അത് അമ്മയുടെ മുഖമായി പോലും എനിക്ക് തോന്നിയില്ല. അത് നിരന്തരം രൂപം മാറിക്കൊണ്ടിരുന്ന ഒരു മുഖം മൂടി പോലെയായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുണ്ട മുറിയിൽ കണ്ണ് ചിമ്മി കണ്ണാടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. താഴെ ഇരുട്ടിൽ അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ പിന്നീട് അമ്മ എന്നെ കാണാൻ കഴിയുമെന്ന രീതിയിൽ തല ചെറുതായി ചിരിച്ചു. അമ്മയുടെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുന്നതായി തോന്നി. ഞാൻ അനങ്ങാതെ നിന്നു. അനങ്ങാൻ ഭയപ്പെട്ടു. അമ്മ എന്നെ ശ്രദ്ധിക്കുമോ എന്ന ഭയം. ഒടുവിൽ അമ്മ ബെഡ്റൂമിൽ കയറിപ്പോയി. ആ രാത്രി ഞാൻ അധികം ഉറങ്ങിയില്ല. എൻ്റെ മനസ്സ് ചോദ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്തിനാണ് അമ്മ എന്നെയും ഹോളിനെയും കുറിച്ച് ദേഷ്യത്തോടെ സംസാരിച്ചത്? ആരായിരുന്നു അത്? ഇതിനെക്കുറിച്ച് എനിക്ക് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ കഴിയും?
അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ രഹസ്യമായി നിരീക്ഷിക്കുകയാണെന്ന് സമ്മതിക്കേണ്ടി വരും. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമായിരുന്നു. മറ്റു മാർഗങ്ങൾ കാണാത്തതിനാൽ ഞാൻ അമ്മയെ നിരീക്ഷിക്കുന്നത് തുടരാൻ തീരുമാനിച്ചു. വാതിൽ അടച്ചിട്ടിരിക്കുന്ന കിടപ്പുമുറിക്ക് പുറത്തു നിന്ന് അമ്മയുടെ സംസാരം എനിക്ക് ശരിയായി കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഒരേ ഒരു പ്രശ്നം. എനിക്ക് ആ മുറിയിൽ തന്നെ ഒളിച്ചിരിക്കേണ്ടതായി വന്നു. പിന്നീടുള്ള രാത്രികളിൽ ഞാൻ അമ്മയുടെ മുറിയിൽ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. ഒപ്പം അമ്മയോട് നേരിട്ട് ചോദിക്കാനുള്ള മടിയും. 4-ാം രാത്രിയിലാണ് അതുണ്ടായത്. ഞാൻ അമ്മയുടെ കിടപ്പുമുറിയുടെ കട്ടിലിന് കീഴിൽ ഒളിച്ചിരിക്കുമ്പോൾ വളരെ താഴ്ന്ന ദേഷ്യം നിറഞ്ഞ മുരൾ ശബ്ദം ആ മുറിയിൽ നിറയാൻ തുടങ്ങി. ഇത്രയും കോപം നിറഞ്ഞൊരു ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. അമ്മയുടെ ഹൃദയം കീറി മുറിക്കപ്പെടുന്നത് പോലെ. ഓരോ വാക്കിലും കടുത്ത വെറുപ്പ് നിറഞ്ഞിരുന്നു. അവരെ നിന്നെക്കുറിച്ചൊരിക്കലും പറയാറില്ല. അവരെല്ലാം മറന്നു. നിന്നെക്കുറിച്ച് കരുതലുള്ള ഒരേ ഒരാൾ ഞാനാണ്. എന്നും അങ്ങനെയായിരുന്നു. ആ പിറുപിറുപ്പ് മുറി ആകമാനം നിറഞ്ഞു. അതുവരെ എനിക്കറിയില്ലായിരുന്നു ഒരാൾക്ക് ഇത്ര ദേഷ്യത്തിലും ഭയാനകമായ രീതിയിലും സംസാരിക്കാൻ സാധിക്കുമെന്ന്. ആ ശബ്ദം എൻ്റെ അമ്മയിൽ നിന്നാണെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ജൂലിയനാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നതെന്ന് എന്നോട് പറയാമോ? എനിക്ക് തീവ്രമായ ഭയവും അസ്വസ്ഥതയും തോന്നി. എൻ്റെ അമ്മ എപ്പോഴും എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? അമ്മ ആ പറഞ്ഞ വാചകം അമ്മയോടൊപ്പം മുറിയിലുള്ള മറ്റൊരാളോട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നെ തന്നെ ശാന്തനാക്കാൻ ശ്രമിച്ചു. കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന എന്നെ ഒരിക്കലും അമ്മ കണ്ടുപിടിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ അമ്മയുടേതല്ലാത്ത മറ്റൊരു ശബ്ദം കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാനായില്ല. ജൂലിയൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. അവനെ തീർച്ചയായും ശിക്ഷിക്കണം. ആ ശബ്ദത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉയർന്നതും നേർത്തതും നിഷ്കളങ്കവും അസ്വാഭാവികമായ എന്തോ ഒന്നിനും ഇടയിലുള്ള ഒരു കുട്ടിയുടെ പോലത്തെ ശബ്ദം. ആ ശബ്ദം എൻ്റെ ശരീരത്തിലാകമാനം ഒരു വിറയൽ സൃഷ്ടിച്ചു. ഞെട്ടലോടെ ഞാനത് മനസ്സിലാക്കി. ദേഷ്യവും വേദനയും കലർന്ന ആ ശബ്ദത്തിന് ഒരു പരിചിതമായ സ്വരമുണ്ട്. ഹോളിൻ്റെ ശബ്ദം. ആദ്യം ഞാൻ കരുതിയത് അതൊരു പ്രതിധ്വനിയാണെന്നാണ്, മനസ്സിൻ്റെ ഒരു സൂത്രപ്പണി. പിന്നെ ഞാൻ അത് കേട്ടു. അവൾ എൻ്റെ പേര് പറഞ്ഞ രീതി. ജൂലിയൻ. അവൾക്ക് ഒരിക്കലും ജാ ഉച്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അതിൽ ഒരു ഊഷ്മളതയോ നിഷ്കളങ്കതയോ അവശേഷിച്ചിരുന്നില്ല. ആ സംസാരത്തിൽ ദേഷ്യമോ മറ്റെന്തോ ആണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ വേദന, അല്ലെങ്കിൽ നിരാശ. അവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഹോളിൻ്റെ ശബ്ദം എൻ്റെ തൊട്ടടുത്തെത്തിയതുപോലെ തോന്നി. ഞാൻ വായ പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഹോൾ ആ വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടു. പ്രേതങ്ങളിലോ ഭൂതങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിലോ ഞാനൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് ഇതെങ്ങനെ വിശദീകരിക്കാനാകും? അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ ഞാൻ ഉറപ്പാക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കേൾക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എൻ്റെ അമ്മ മരിച്ചുപോയ എൻ്റെ സഹോദരിയോട് സംസാരിച്ചു. എന്തോ ഒരു കാരണത്താൽ അവർ രണ്ടുപേരും എന്നെ വെറുക്കുന്നതായി തോന്നി. അതെനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല. ഞാൻ എപ്പോഴും ഏറ്റവും നല്ല സഹോദരനോ നല്ല മകനോ ആയിരുന്നില്ലെന്ന് എനിക്കറിയാം. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിൽ. പക്ഷേ അവരുടെ വെറുപ്പിന് ഞാൻ അർഹനാണോ? അവരുടെ കോപം ഒരുപക്ഷെ ഞാനത് അർഹിക്കുന്നുണ്ടോ? പെട്ടെന്ന് ആ സംസാരം നിന്നു. അമ്മയുടെ മുറിയിൽ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ കരച്ചിൽ അമ്മ കേട്ടോ? ലൈറ്റുകൾ അണയുന്നത് വരെയും അമ്മ ഉറങ്ങാൻ പോകുന്നത് വരെയും ഞാൻ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു. അമ്മ ഉറങ്ങിപ്പോകുന്നത് വരെ ഞാൻ കാത്തിരുന്നു. എന്നിട്ട് കട്ടിലിനടിയിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് വന്നു. ഞാൻ വാതിൽ കഴിയുന്നത്ര നിശബ്ദമായി തുറന്നു. പക്ഷെ വാതിൽ അടയ്ക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു. ജൂലിയൻ, നീയാണത്? ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ പതുക്കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ അമ്മ കട്ടിലിരിക്കുകയായിരുന്നു. അമ്മയുടെ മുഖഭാവം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സമയം അമ്മ എന്നെ സംശയിക്കുന്ന പോലെ തോന്നി. ക്ഷമിക്കണം അമ്മേ, ഞാൻ അറിയാതെ. എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. ഞാനവിടെ ഒളിച്ചിരുന്നതിന് ഒരു വിശദീകരണം പോലും എനിക്കുണ്ടായിരുന്നില്ല. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയുടെ ശബ്ദത്തിൽ ക്ഷീണവും ദേഷ്യവും കലർന്നിരുന്നു. ഇല്ല അമ്മ, ക്ഷമിക്കണം. അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ അമ്മയുടെ കട്ടിലിനടിയിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നത് അമ്മ കണ്ടില്ലെന്ന് തോന്നുന്നു. ജൂലിയൻ, രാത്രിയായി. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ തലയാട്ടി. ഗുഡ് നൈറ്റ് അമ്മേ. ഞാൻ വാതിലടച്ചു. ഉടനെ പരിഭ്രാന്തി എന്നെ പിടികൂടി. എൻ്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് ആരോ വലിച്ചു കീറുന്ന പോലൊരു തോന്നൽ. പിറ്റേന്ന് രാവിലെ ചുരുക്കി പറഞ്ഞാൽ വിചിത്രമായിരുന്നു. തലേന്ന് രാത്രി ഞാൻ അമ്മയുടെ മുറിയിൽ എന്തിനാണ് ചെന്നതെന്ന് അമ്മ യാദൃശ്ചികമായി ചോദിച്ചു.
ഇന്ന് ഒരു ദിവസത്തേക്ക് അമ്മയുടെ കാർ തരാമോ എന്ന് ചോദിക്കാനായിരുന്നുവെന്ന് ഞാൻ നുണ പറഞ്ഞു. അമ്മ നെടുവേർപ്പെട്ടു. എൻ്റെ വാക്കുകൾ അമ്മ വിശ്വസിച്ചില്ല എന്നെനിക്ക് തോന്നി. തീർച്ചയായും, പക്ഷേ അധികം വൈകരുത്. ഇന്ന് രാത്രിക്കുള്ളിൽ എൻ്റെ കാർ എനിക്ക് തിരിച്ചു വേണം. ഞാൻ ഒന്നും മിണ്ടാതെ തലയാട്ടി. നിനക്ക് വേറെ ഒന്നും എന്നോട് പറയാനില്ല എന്ന് ഉറപ്പല്ലേ? നിനക്ക് എപ്പോഴും എന്ത് വേണേലും എന്നോട് പറയാം. നിനക്ക് അതറിയാമല്ലോ. അമ്മയുടെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിൽ ഒരു അസാധാരണത്വം ഉണ്ടായിരുന്നു. അമ്മയുടെ നോട്ടം ഒരു നിമിഷം കൂടി നീണ്ടു നിന്നു. അത് ശരിക്കും എന്നെ ഭയപ്പെടുത്തി. ഞങ്ങൾക്കിടയിലെ പിരിമുറുക്കം ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛൻ അസ്വസ്ഥമായി കസാരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇല്ലമ്മേ, എനിക്കൊന്നുമില്ല, വേറെ ഒന്നുമില്ല. എനിക്ക് ആ കാർ ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അമ്മ വളരെ നേരം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ജൂലിയൻ, നിനക്കറിയാമോ, ഈ ഇടയായിട്ട് നീ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. കാപ്പി എൻ്റെ ശിരസിൽ പോയി ശ്വാസം മുട്ടി. അടുത്തിടെ ഞാൻ വിചിത്രമായി പെരുമാറിയെന്നോ? ഞാൻ കേട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമ്മയോട് സംസാരിക്കാൻ എനിക്ക് തോന്നി, ആ കുശുകുശുപ്പുകളെക്കുറിച്ച്. പക്ഷേ അത് ചോദിക്കുന്നത് വളരെ വിചിത്രമായി പോകുമെന്ന് എനിക്ക് തോന്നി. മരിച്ചുപോയ എൻ്റെ സഹോദരിയും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടുവെന്ന് എങ്ങനെ ചോദിക്കും? എൻ്റെ അച്ഛൻ തീർച്ചയായും അമ്മയുടെ പക്ഷം പിടിക്കും. അവർ ചിലപ്പോൾ എന്നെ ഏതെങ്കിലും സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് അയച്ചെന്നും വരും. അതെൻ്റെ സഹോദരി ഹോളാണോ? അവളുടെ ലക്ഷ്യം അതാണോ? അമ്മയുടെ നോട്ടത്തിന് കീഴിൽ ഒരു ബോർഡിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിശാശലഭം പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ പറയാത്ത കുറ്റപ്പെടുത്തലുകളുടെ ഭാരത്താൽ ഞാൻ വേദനിക്കുകയായിരുന്നു. ഈയിടെയായി കുറച്ച് സമ്മർദ്ദത്തിലായിരുന്നു. ഞാൻ ഒടുവിൽ പറഞ്ഞു, എനിക്കിപ്പോഴും ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. അമ്മയുടെ മുഖഭാവം വായിച്ചെടുക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ അമ്മയുടെ നിഷ്കളങ്കമായ നോട്ടത്തിന് മുന്നിൽ പരിഹാസമുള്ളതായി എനിക്ക് തോന്നി. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ കഷ്ടപ്പെടുന്നതിൽ അമ്മ സന്തോഷിക്കുന്നത് പോലെ. ശരി മോനെ, എനിക്ക് എല്ലാം മനസ്സിലാകും. പക്ഷേ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടു പോയി എന്ന് തോന്നരുത്. ദുഷ്കരമായ സമയങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകാറുണ്ട്. അമ്മയുടെ ശബ്ദം ധിക്കാരവും വെറുപ്പ് നിറഞ്ഞതുമായി എനിക്ക് തോന്നി. ഞാൻ എഴുന്നേറ്റ് പോയി. ഞാനൊരു പരാജയമായി തോന്നിയെന്ന് ഞാനൊരിക്കലും അമ്മയോട് പറഞ്ഞിട്ടില്ല. ആ അസ്വസ്ഥമായ സംഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ അമ്മ നെടുവേർപ്പെട്ടു. കാര്യങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി ഞാൻ ബേസ്മെൻറ്റിലെ എൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി. വീണ്ടും ഒളിഞ്ഞു നോക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അവർ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഭയാനകമായ പദ്ധതിയോ എനിക്ക് വേണ്ടി അവർ നൽകാനിരിക്കുന്ന അർഹിക്കുന്ന ശിക്ഷയോ എന്താണെന്ന് എനിക്കറിയണമായിരുന്നു. ഭയാനകമായ എന്തോ ഒരു തോന്നൽ എന്നിൽ രൂപപ്പെട്ടു. ശരീരത്തിലെ ഓരോ അംശത്തിലും എനിക്കത് അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ മുന്നറിയിപ്പുകളെക്കുറിച്ച് ഓർത്തത്. അന്ധവിശ്വാസിയായ വിചിത്രയായ ഒരു സ്ത്രീയെന്നും പറഞ്ഞ് എൻ്റെ അമ്മ മുത്തശ്ശിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരുന്നു. എനിക്ക് ഓർമ്മ വന്നു. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും മുത്തശ്ശിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് എനിക്ക് തോന്നി. കാർ കൊണ്ടുപോകാൻ എനിക്ക് ഇതിനകം അനുമതി ലഭിച്ചിരുന്നു. അതിനാൽ ഞാൻ മുത്തശ്ശിയെ കാണാൻ തീരുമാനിച്ചു. മുത്തശ്ശി പട്ടണത്തിൻ്റെ മറുവശത്ത് ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. മുത്തശ്ശിയുടെ മുൻവശത്തെ മുറ്റം കളകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രായമായതുകൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ മുത്തശ്ശിക്ക് കഴിയില്ല. മുത്തശ്ശിക്ക് വേണ്ടി അത് ചെയ്യാൻ മറ്റാരുമില്ലായിരുന്നു. എനിക്ക് ശരിക്കും വിഷമം തോന്നി. അമ്മ മുത്തശ്ശിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഞങ്ങളും അമ്മയോടൊപ്പം നിന്നു. ഞാൻ അമ്മൂമ്മയെ കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ ബെല്ലടിച്ചപ്പോൾ ഒരു പാട്ടിൻ്റെ ഈണം ഞാൻ കേട്ടു. പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ എന്നെ പിടികൂടി. ആ പാട്ട് കേട്ടപ്പോൾ ഹോൾ മരിക്കുന്നതിന് മുമ്പ് അമ്മൂമ്മയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചിരുന്നുവെന്ന് ഞാൻ ഓർത്തു. മുഖത്തൊരു പുഞ്ചിരിയോടെ അമ്മൂമ്മ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മൂമ്മയെ കൂടുതൽ തവണ സന്ദർശിക്കാത്തതിന് അമ്മൂമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നു. എങ്കിലും അത് പുറത്തു കാണിച്ചില്ല. അമ്മൂമ്മയുടെ വീടിൻ്റെ അവസ്ഥ മുൻവശത്തെ മുറ്റം പോലെ തന്നെ വളരെ മോശമായിരുന്നു. മുറി മുഴുവൻ പെട്ടികൾ, ആഭരണങ്ങൾ, വലിയ സുവനീറുകൾ, മതപരവും നിഗൂഢവുമായ വസ്തുക്കൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരുന്നു. ഉള്ളിലെ വായു കറുത്തതായിരുന്നു. പഴയ നാണയങ്ങളുടെ നേരിയ ലോഹഗന്ധവും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പുളിപ്പുള്ള എന്തോ ഒരു ഗന്ധം അവിടെ തങ്ങി നിന്നു. സ്വീകരണ മുറിയുടെ കോണുകളിൽ ഇരുട്ട് കൂടി വരുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ആരോ എന്നെ നിരീക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്ത് പറയണമെന്നറിയാതെ ഞാനിരുന്നു. പക്ഷേ അമ്മൂമ്മയ്ക്ക് എന്നേക്കാൾ നല്ലൊരു ധാരണയുണ്ടായിരുന്നു. ഡിയർ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഞാൻ നെടുവേർപ്പെട്ടു. അത് ചോദിക്കുവാനുള്ള ശക്തി സംഭരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നിസ്സാര കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ കുടുംബത്തിന് ദുരന്തത്തിൻ്റെ ചരിത്രമുണ്ടെന്ന് അമ്മൂമ്മ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഒരുതരം ശാപം പോലെ. അമ്മൂമ്മ തലയാട്ടി. നിൻ്റെ അമ്മയ്ക്കും എനിക്കും അതിനെക്കുറിച്ച് ഒരിക്കലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവളത് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഞാനൊരു അന്ധവിശ്വാസിയായ വൃത്തിയാണെന്ന് അവൾ കരുതിയിരിക്കാം. അമ്മൂമ്മ പുഞ്ചിരിച്ചു.
പക്ഷേ അമ്മൂമ്മയുടെ കണ്ണുകൾ മറ്റൊന്നാണ് പറഞ്ഞത്. ഒരുപക്ഷേ ഞാൻ അങ്ങനെയായിരിക്കാം. മുറിയുടെ ചുവരുകളിൽ തൂങ്ങിക്കിടന്ന വിചിത്രമായ ചിഹ്നങ്ങളും വസ്തുക്കളും പരിശോധിച്ചുകൊണ്ട് ഞാൻ ചുറ്റും നോക്കി. അതിനെക്കുറിച്ച് അമ്മൂമ്മയ്ക്കൊന്ന് പറയാമോ? എന്തെങ്കിലും ചോദിക്കാൻ കാത്തിരിക്കുന്നത് പോലെ ആ ചോദ്യം കേട്ട് അമ്മൂമ്മയുടെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ അമ്മൂമ്മ വ്യാകുലപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. ജൂലിയൻ ഡിയർ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിശബ്ദനായി. അമ്മൂമ്മേ, ഞാൻ ആകെ നിരാശയിലാണ്. എനിക്ക് ഈയിടെയായി സുഖമില്ല. എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു. അമ്മൂമ്മ ആശങ്കയോടെയും ഭയത്തോടെയും എന്നെ നോക്കി. നീ അത് മനസ്സിലാക്കിയല്ലേ? വാക്കുകൾക്ക് ഇരുട്ടിൽ നിന്നും എന്തൊക്കെയോ വിളിച്ചു വരുത്താൻ സാധിക്കും എന്നതുപോലെ ഒച്ച താഴ്ത്തിയാണ് അമ്മൂമ്മ സംസാരിച്ചത്. ആ സമയം എൻ്റെ തലയ്ക്കുള്ളിൽ ചില മന്ത്രിപ്പുകൾ പ്രതിധ്വനിക്കുന്ന പോലെയും എൻ്റെ തലയുടെ ചുവരുകളിൽ അവ ബൗൺസ് ചെയ്യുന്നത് പോലെയും എനിക്ക് തോന്നി. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ആ ശബ്ദങ്ങൾ ശക്തിയായി അലയടിച്ചു. അവ പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയും പരിഹാസത്തിൻ്റെ ഒരു ശബ്ദമായി മാറുകയും ചെയ്തു. എനിക്ക് മുഴുവനായും ഗ്രഹിക്കാനാവാത്ത വാക്കുകൾ ഇരുമ്പാണികൾ പോലെ എൻ്റെ മനസ്സിൽ തുളച്ചു കയറി. ഞാനത് അവഗണിക്കാൻ പരമാവധി ശ്രമിച്ചു. അത് എന്താണ്? മുത്തശ്ശി നെടുവീർപ്പെട്ടു. കാലാകാലത്തോളം പഴക്കമുള്ള എന്തോ ഒന്ന്. അത് പോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കുന്നു. പതുക്കെ നിങ്ങളെ നശിപ്പിക്കുന്നു. അത് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും കാരണം നിങ്ങളാണെന്ന് നിങ്ങൾ കരുതണമെന്ന് അത് ആഗ്രഹിക്കുന്നു. എനിക്ക് ശരീരമാകെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മൂമ്മ എൻ്റെ തോളിൽ കൈവച്ചു. എല്ലാവരും അതിനെപ്പറ്റി അറിയണം. അത് നിങ്ങളുടെ അമ്മാവനെ കൊണ്ടുപോയി. അതിനു മുമ്പ് അത് നിങ്ങളുടെ മുത്തശ്ശനെ കൊണ്ടുപോയി. അതിനു മുമ്പ് അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എക്കാലത്തോളം ആശയക്കുഴപ്പത്തിലായി. അമ്മാവൻ ആത്മഹത്യ ചെയ്തതല്ലേ? അതവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അതാണ് അത് ചെയ്യുന്നത്. നിന്റെ അമ്മാവൻ സ്വയം ജീവനെടുത്തതല്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ ശബ്ദം ഒരു മന്ത്രിപ്പിലേക്ക് താഴ്ന്നു. അവൻ തകർന്നു പോയിരുന്നു. എന്തോ ഒന്ന് അവൻ്റെ ഇച്ഛാശക്തിയെ ഇല്ലാതാക്കിയതുപോലെ. ഞാൻ എല്ലാറ്റിൻ്റെയും ഉത്തരങ്ങൾ തേടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നത്തെക്കാളും ആശയക്കുഴപ്പത്തിലായി. എന്തിനാണ് അത് ഹോളിൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജീവിതകാലത്തെ അറിവിൻ്റെ ക്ഷീണിച്ച ഭാരത്തോടെ അമ്മൂമ്മ എന്നെ നോക്കി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് മാത്രമേ അറിയൂ. അതിനെതിരെ പോരാടാൻ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. ഈ യാത്രയിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. വാതിൽ കാണിച്ചു തരാൻ മാത്രമേ എനിക്ക് കഴിയൂ. അതിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. അതെല്ലാം നിനക്കെതിരെ ഉപയോഗിക്കും. അത് നിൻ്റെ ഭയങ്ങളെ അറിയുന്നു, നിൻ്റെ അരക്ഷിതാവസ്ഥയെ അറിയുന്നു. നീ ഇഷ്ടപ്പെടുന്നതെല്ലാം അത് വൃത്തികെട്ട ഒന്നാക്കി മാറ്റും. നീ ദുർബലനായി കഴിഞ്ഞാൽ അത് നിന്നെ തേടി വരും, നിന്നെ ഇല്ലാതാക്കാൻ വരും. അമ്മ എഴുന്നേറ്റ് എന്തോ പഴയ വസ്തുക്കളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് വൃത്താകൃതിയിലുള്ള മരക്കൊമ്പ് പോലെ തോന്നിക്കുന്ന ഒരു വിചിത്ര അടയാളങ്ങളുള്ള എന്തോ ഒന്ന് അമ്മൂമ്മ കയ്യിലെടുത്തു. അമ്മൂമ്മ എനിക്ക് അത് തന്നു. ഇത് ധരിക്കൂ. അമ്മൂമ്മ ഇടർന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഇത് നിന്നെ സഹായിക്കും. പക്ഷേ ഓർക്കുക, ഇത് നിന്നെ രക്ഷിക്കില്ല. നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. എനിക്ക് അതിശയമായി. അത്തരമൊന്നിനെ ഞാൻ എങ്ങനെ നേരിടും? അമ്മൂമ്മ എൻ്റെ കൈക്ക് പിടിച്ചു. നിനക്കറിയാം, നിൻ്റെ ഉള്ളിൽ അതിനുള്ള മറുപടിയുണ്ട്. അമ്മൂമ്മയുടെ സ്പർശം എന്നെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഹോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുത്തശ്ശിയുടെ വീട്ടിൽ ഒളിച്ച് കളിക്കുകയായിരുന്നു. ക്രിസ്മസിന് തൊട്ട് മുമ്പായിരുന്നു അത്. എല്ലായിടത്തും കറുവപ്പട്ടയുടെ ഗന്ധം നിറഞ്ഞിരുന്നു. ഞാൻ അവളെ ഏറെ നേരം തിരഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരലർച്ച കേട്ടു. ഞാൻ അതിനെ പിന്തുടർന്ന് അമ്മൂമ്മയുടെ പിൻമുറ്റത്തെ പ്ലേ ഹൗസിലെത്തി. അവൾ അബദ്ധത്തിൽ അകത്ത് കുടുങ്ങിയിരുന്നു. നീ എന്നെ കണ്ടെത്തിയില്ല, നീ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് ഞാൻ കരുതി. ഉടൻ തന്നെ എൻ്റെ മനസ്സ് മുത്തശ്ശിക്കൊപ്പം മുറിയിൽ തിരിച്ചെത്തി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഹോൾ മരിച്ചതിന് ശേഷം അമ്മ എന്നെ വെറുക്കുന്നു. അമ്മ എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. അച്ഛനാണെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ല. മുത്തശ്ശി തലയാട്ടി. നിനക്ക് കഴിയും. നീ ഒറ്റയ്ക്കല്ല. പക്ഷേ ഈ ഒരു കാര്യം അത് നീ ഒറ്റയ്ക്ക് ചെയ്യണം. നീ അതിനെ നേരിടണം. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാകില്ല. അത് നിന്നെ തേടി വീണ്ടും വരും. ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ വക്കിലായിരുന്നു. ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എവിടെ തിളങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. മുത്തശ്ശി എൻ്റെ തോളിൽ പതുക്കെ പിടിച്ചു. നീയെല്ലാം മറന്നുപോയല്ലേ? അത് നിന്നെ കാണിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ഒരുപക്ഷേ എനിക്ക് വഴി കാണിച്ചു തരാൻ കഴിയും. നിൻ്റെ മാതാപിതാക്കളുടെ തട്ടിപ്പുറത്തേക്ക് നോക്കൂ.
അവിടെ മഞ്ഞ നിറത്തിലുള്ള ഒരു മങ്ങിയ പെട്ടിയുണ്ട്. അത് കണ്ടെത്തുക. ഒരുപക്ഷെ അത് നിന്നെ എല്ലാം ഓർത്തെടുക്കാൻ സഹായിക്കും. നിനക്ക് കാണേണ്ടതെല്ലാം അത് കാണിച്ചു തരും. ഞാൻ പരാജയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. പ്രതീക്ഷയില്ല, എന്നാൽ പൊരുതാൻ ഞാൻ തയ്യാറായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ഒരു നിമിഷം നിന്നു. മുത്തശ്ശി, നിങ്ങൾക്കും അമ്മയ്ക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അമ്മൂമ്മ എന്നെ നോക്കി ആ കണ്ണുകൾ തളർന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ അമ്മയും ഞാനും ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ്. ആളുകൾ ദുരന്തത്തെ വ്യത്യസ്ത രീതികളിലാണ് നേരിടുന്നത്. ഞാൻ തലയാട്ടി വാതിലിനടുത്തേക്ക് നടന്നു. ജൂലിയൻ ഡിയർ, ഞാൻ നിന്നു. ഞാൻ പറഞ്ഞത് ഓർക്കുക. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സൂര്യൻ അപ്പോഴേക്കും ആകാശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സമയം ഉച്ചയായിരുന്നു. അവർ തിരിച്ചെത്താൻ കുറഞ്ഞത് ഇനി 2 മണിക്കൂർ കൂടിയുണ്ട്. മുത്തശ്ശി തട്ടിപ്പുറത്തു നിന്ന് എന്തോ കണ്ടെത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. മുത്തശ്ശി എപ്പോഴും എന്ന പോലെ എൻ്റെ മനസ്സിൽ ഒരു നിഗൂഢമായി തന്നെ തുടർന്നു. പക്ഷേ മുത്തശ്ശിയുടെ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. ഒരുപക്ഷേ ഇത് നിന്നെ ഓർപ്പിക്കാൻ സഹായിച്ചേക്കാം. കാണേണ്ടത് കാണാൻ നിന്നെ സഹായിച്ചേക്കാം. ഞാൻ അലമാരിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന മരക്കോണി ഞാൻ കണ്ടെത്തി. തട്ടിമ്പാളി താഴേക്ക് വലിച്ചപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ തുറന്നു. ആ ശബ്ദം ഒഴിഞ്ഞ വീടിലുടനീളം പ്രതിധ്വനിച്ചു. ഞാൻ കയറുമ്പോൾ ഓരോ പടിയും അവസാനത്തതിനേക്കാൾ കഠിനമായി തോന്നി. അവിടെ ഞാൻ കാണാൻ പോകുന്ന കാര്യങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ തയ്യാറാക്കി. തട്ടിപ്പുറം മാറിയിട്ടില്ല. ഹോളും ഞാനും അവിടെ ഒളിച്ചു കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെയായിരുന്നു അത്. പൊടി പിടിച്ചതും പഴകിയതും ഒരു ഭയാനകമായ നിശബ്ദതയിൽ മൂടപ്പെട്ടതും ഒറ്റപ്പെട്ട ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന മങ്ങിയ വെളിച്ചത്തിൽ തലയ്ക്ക് മുകളിലുള്ള മരക്കഷ്ണങ്ങൾ നീണ്ട നിഴലുകൾ വീഴ്ത്തി. എൻ്റെ ഭാരത്തിന് കീഴിൽ തറയുടെ പലകകൾ പൊട്ടി ദുർബലമായി. എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാമെന്ന് തോന്നി. വായുവിൽ അഴുക്കും പൊടിയും നിറഞ്ഞിരുന്നു. ആ സമയം ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം അവിടെ നിറഞ്ഞു. ഒരു മങ്ങിയ മഞ്ഞപ്പെട്ടി തിരിയൂ, മുത്തശ്ശി പറഞ്ഞത് ഞാൻ ഓർത്തു. അലങ്കോലമായി കിടക്കുന്ന ആ സ്ഥലം പരിശോധിച്ചപ്പോൾ കീറിയ പുതപ്പിനടിയിൽ പെട്ടികളുടെ ഒരു കൂമ്പാരം ഞാൻ കണ്ടു. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടിരുന്നതുപോലെ ആ തുണി പരുക്കനും അഴുക്ക് പിടിച്ചതുമായിരുന്നു. ഞാൻ പിന്നിലേക്ക് വലിച്ചപ്പോൾ എൻ്റെ കൈകൾ എന്തോ പരുക്കൻ വസ്തുവിൽ സ്പർശിച്ചു. എന്തോ ഒരു വലിയ മങ്ങിയ മഞ്ഞപ്പെട്ടി. അതിൻ്റെ ഒരു വശത്ത് ജൂലിയൻ, ഹോളി എന്നീ പേരുകൾ എഴുതിയിരുന്നു. എൻ്റെ വയറിൽ ഒരു ഞെരുക്കം അനുഭവപ്പെട്ടു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ മൂടി തുറന്നു. പഴയ കാർഡ്ബോർഡിൻ്റെ ഗന്ധം ഉടനെ എൻ്റെ മുഖത്തടിച്ചു. ഏതെങ്കിലും ഭയങ്കരമായത് അതിനകത്തുനിന്നും പുറത്തേക്ക് വരുമോ എന്ന് ഭയന്ന് ഒരു നിമിഷം ഞാൻ മടിച്ചു നിന്നു. പക്ഷേ അകത്ത് കണ്ടത് കളിപ്പാട്ടങ്ങളും പഴയ ചിത്രങ്ങളും ഒരു പഴയ ഫോട്ടോ ആൽബവും മാത്രമായിരുന്നു. എനിക്ക് അല്പം ആശ്വാസമായി. പക്ഷേ ഉത്കണ്ഠ എന്നെ വിട്ടുപോയില്ല. ഞാൻ പെട്ടിക്കുള്ളിലെ ഓരോ വസ്തുവും പരിശോധിച്ചു. ഓരോന്നും എന്നെ പഴയ ഓർമ്മകളിലേക്കും മറക്കാനാവാത്ത അനുഭവങ്ങളിലേക്കും കൊണ്ടുപോയി. ഹോളിന് പ്രിയപ്പെട്ട സ്റ്റഫ് വൈറ്റ് ടൈഗർ ലിയോ അവിടെ ഉണ്ടായിരുന്നു. അവൾ അതിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി. മണിക്കൂറുകളോളം അതിനോടൊപ്പം കളിച്ചു. എനിക്ക് അതിനോട് അസൂയായിരുന്നു. അമ്മ സ്നേഹത്തോടെ തുന്നിച്ചേർത്ത ഒരു ഐപ്പാച്ചുണ്ട്. അവൻ്റെ വെളുത്ത രോമങ്ങൾ ഇപ്പോൾ പഴക്കം ചെന്ന് ചാര നിറത്തിലായിരിക്കുന്നു. അത് വെറുമൊരു കളിപ്പാട്ടമായിരുന്നില്ല. അതവളുടെ സന്തോഷമായിരുന്നു. പക്ഷേ ഞാനത് നശിപ്പിച്ചു. ഞാൻ ഇങ്ങനെയായിരുന്നോ? എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നോ? ഞാനത് ഹോളിൽ നിന്നും തട്ടിയെടുത്തതാണോ? ഞാനൊരു കുട്ടിയായിരുന്നു. ഞാൻ ഉറക്കെ പറഞ്ഞു. എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിന്ത എന്നെ വിഷമത്തിലാക്കി. പെട്ടെന്ന് അവിടെ എന്തോ മാറ്റം സംഭവിച്ചു. കഷ്ടിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശബ്ദം, ഒരു മന്ത്രിക്കൽ. നോ എക്സ്ക്യൂസ്. ആ വാക്കുകൾ എന്നെ വട്ടമിട്ടു. ആദ്യം നിശബ്ദമായും പിന്നീട് ഉച്ചത്തിലും വളർന്നു വരുന്ന ഒരു മുഴക്കമായും അത് മാറി. നോ എക്സ്ക്യൂസ്. അവരെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ തലകുലുക്കി. എനിക്കത്ര ഓർമ്മയില്ലാത്ത ഒരു മെലഡി ഞാൻ മൂളി. എനിക്കല്പം ആശ്വാസം നൽകിയ ഒരു ബാല്യകാല മെലഡി. കളിപ്പാട്ടങ്ങൾക്കിടയിൽ ഡ്രോയിങ്ങുകൾ ഉണ്ടായിരുന്നു. കൂടുതലും എൻ്റേതായിരുന്നു. ക്രയോൺസും മാർക്കറും ഉപയോഗിച്ച് ചെലവഴിച്ച ഉച്ച കഴിഞ്ഞുള്ള ഓർമ്മകൾ എന്നിലേക്കെത്തി. ഞാൻ ഹോളിന് വേണ്ടി ചിത്രങ്ങൾ വരച്ചിരുന്നില്ലേ? അതെ, ഞാൻ വരച്ചു. എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് കടുവകളെയും മഴവിലിനെയും സൂര്യകാന്തി പൂക്കളെയും വരച്ചു തരൂ, അവൾ വിടർന്ന കണ്ണുകളോട് പറഞ്ഞു. ഞാൻ അനുസരിച്ചു. ഹോളിന് വേണ്ടി. ഡ്രോയിങ്ങുകളിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.
കടുവകളും മഴവില്ലുകളും സൂര്യകാന്തി പൂക്കളുമുള്ളവ. മഴവില്ലിന് കീഴിൽ കളിച്ചു കിടക്കുന്ന കടുവകൾ, തിളങ്ങുന്ന നീലാകാശത്തിന് കീഴിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. പക്ഷേ എല്ലാ ഡ്രോയിങ്ങുകളും അങ്ങനെ ആയിരുന്നില്ല. മറ്റുള്ളവ ഞാൻ എനിക്ക് വേണ്ടി മാത്രം വരച്ചവ വ്യത്യസ്തമായിരുന്നു. ഞാൻ അവയിലൂടെ കണ്ണോടിച്ചു. അപ്പോൾ പരിചിതമായ അസ്വസ്ഥത എന്നിലേക്ക് തിരിച്ചെത്തി. എൻ്റെ മനസ്സിൽ അമ്മയുടെ ശബ്ദം പ്രതിധ്വനിച്ചു. നിന്റെ പല ചിത്രങ്ങളിലും ആത്മാക്കളുണ്ട്. അമ്മ പറഞ്ഞതിൽ തെറ്റില്ല. കുട്ടിക്കാലത്ത് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചിത്രങ്ങൾ നോക്കുമ്പോൾ എനിക്കത് നിഷേധിക്കുവാൻ കഴിഞ്ഞില്ല. അതിലൊരു ചിത്രം എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരു കുടുംബചിത്രം, സ്റ്റിക്ക് ഫിഗേഴ്സ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. ഞാനതിൽ 2 തവണ എന്നെ തന്നെ വരച്ചിരുന്നു. എൻ്റെ ഒരു പതിപ്പ് മറ്റുള്ളവരോടൊപ്പം പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. രണ്ടാമത്തേത് ചുമന്ന മഷിയിൽ കട്ടിയുള്ളതും ഓവർലാപ്പ് ചെയ്യുന്നതുമായ വരകളിൽ അലക്ഷ്യമായി വരച്ചതായിരുന്നു. തുറന്ന മുറിവുകൾ പോലെ അവ പേജിൽ ചിതറിക്കിടന്നു. ആ മന്ത്രണം വീണ്ടും ഇത്തവണ അടുത്തേക്ക് വന്നു. ഓൾവേസ് ബ്രോക്കൺ, ഓൾവേസ് ഈവിൾ. പെട്ടെന്ന് ഞാൻ ഡ്രോയിങ് താഴെയിട്ടു. എൻ്റെ കൈകൾ വിറച്ചു. ഞാൻ എന്ത് കാണണമെന്നാണ് അമ്മൂമ്മ ആഗ്രഹിച്ചത്? ഞാൻ എന്തോർക്കുമെന്നാണ് അമ്മൂമ്മ പ്രതീക്ഷിച്ചത്? ചിത്രങ്ങളിലെ ആത്മാക്കൾ വെറും സ്റ്റിക്ക് ഫിഗറുകൾ ആയിരുന്നില്ല. അവ ശൂന്യമായ കണ്ണുകളുള്ള ഭീകര ജീവികളായിരുന്നു. അവരുടെ പുഞ്ചിരി വളരെ വിശാലമായിരുന്നു. അവരുടെ മുഖങ്ങൾ അസ്വാഭാവികമായി വളച്ചൊടിച്ചതുപോലെ. അവരുടെ വായ വളരെ വികൃതമായി കാണപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇതൊക്കെ വരച്ചത്? ഞാൻ മറ്റൊരു ചിത്രത്തിലേക്ക് കണ്ണോടിച്ചു. ഒരു രാക്ഷസൻ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു വിചിത്ര രംഗം. താഴെ ബാലിശമായ കൈയക്ഷരത്തിൽ ഞാൻ എഴുതി, കൊല്ലുന്നത് രസകരമാണ്. ഞാൻ തലകുടഞ്ഞു. അത് നിഷേധിക്കാൻ ശ്രമിച്ചു. നല്ല ഭാവനയുള്ളൊരു കുട്ടി. വേറെ അതിനർത്ഥമൊന്നുമില്ല അല്ലേ? എനിക്ക് പേടി സ്വപ്നങ്ങൾ തന്ന ആ പഴയ ഹൊറർ സിനിമ. എനിക്ക് പ്രചോദനമായത് അതായിരിക്കാം. കൊലയാളിപ്പാവയുടെ ആ സിനിമ, ചൈൽഡ്സ് പ്ലേ. അതിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ മന്ത്രിപ്പുകൾ വിയോജിച്ചു. നീ എന്നോട് കള്ളം പറയുകയാണ്. അവർ ഞരങ്ങി. തട്ടിലെ എല്ലാ നിഴലുകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഭാന്തമായ സംഘഗാനം പോലെ അവരുടെ ശബ്ദങ്ങൾ എന്നെ വളഞ്ഞു. നീ എപ്പോഴും തകർന്നവനായിരുന്നു. തിന്മയ്ക്കും അന്ധകാരത്തിനും നീ എപ്പോഴും അടിമയായിരുന്നു. പാവം ഹോൾ, നീ കാരണം അവൾ കഷ്ടപ്പെട്ടു. ഇല്ല, ഞാൻ കൈകൾ കൊണ്ട് ചെവി ഒത്തിപ്പിടിച്ച് നിലവിളിച്ചു. ആ ശബ്ദങ്ങളെ അകറ്റി നിർത്താനായി ഞാനും ഹോളും ഒരുമിച്ച് പാടിയ മെലഡി ഞാൻ മൂളാൻ തുടങ്ങി. പക്ഷെ അത് സഹായിച്ചില്ല. ആ ശബ്ദങ്ങൾ തട്ടിപ്പുറത്തു നിന്നല്ല വന്നത്, എൻ്റെ തലയ്ക്കുള്ളിൽ നിന്നായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് അവരെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ഞാനൊരു നല്ല മനുഷ്യനാണ്. എൻ്റെ സഹോദരിയെ ഞാനൊരിക്കലും ഉപദ്രവിക്കില്ല. ആ മന്ത്രിപ്പ് ദേഷ്യത്തോടെ എൻ്റെ നേരെ ചീറ്റിക്കൊണ്ട് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു. ദുഷ്ടന്മാർക്ക് അവർ ദുഷ്ടരാണെന്ന് അറിയില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു പരാജിതരെ പോലെ ഞാൻ മുട്ടുകുത്തി. മുത്തശ്ശി, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചത് ഇതായിരിക്കില്ലേ? അമ്മൂമ്മയാണോ എന്നെ കുടുക്കിയത്? ഇതിലെല്ലാം അമ്മൂമ്മയ്ക്ക് പങ്കുണ്ടോ? തുടരൂ. മറ്റുള്ളവരെക്കാൾ ഉച്ചത്തിലും മൂർച്ചയിലും ഒരു ശബ്ദം ആജ്ഞാപിച്ചു. ഞാൻ അനുസരിച്ചു. ഞാൻ ഫോട്ടോ ആൽബം തുറന്നു. പഴയതും മങ്ങിയതുമായ പോളറോയിഡുകളുടെ പേജുകൾ മറിച്ചു. അതാ ഞങ്ങൾ, ഞാനും ഹോളും. മിക്കവാറും എല്ലാ ഫോട്ടോകളിലും ഞങ്ങൾ അടുത്തടുത്തായിരുന്നു. വർഷങ്ങളായി ഞാൻ അവ നോക്കിയിട്ടില്ല. ഇപ്പോൾ അവൾ പഴയതും മങ്ങിയതുമായ ഒരു പോളറോയിഡിൽ നിന്ന് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ഞാൻ അവളോടൊപ്പം എടുത്ത അവസാന ഫോട്ടോകളിൽ ഒന്ന്. അവൾക്കും എനിക്കും 8 വയസ്സ്. ഞങ്ങളുടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്ന പഴയ സ്റ്റോറേജ് റൂമിൽ എൻ്റെ അരികിലിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരുന്ന സ്ഥലം. അവളുടെ മുഖഭാവം എന്നെ വേട്ടയാടി. എന്നിൽ നിന്ന് അല്പം അകലെയായി അവൾ ഇരിക്കുന്ന രീതിയിൽ എന്തോ ഉണ്ടായിരുന്നു. എന്തോ അവളെ ഭയപ്പെടുത്തിയതുപോലെ. മന്ത്രിപ്പുകൾ കൂടുതൽ ഉച്ചത്തിലായി. അവരുടെ വാക്കുകൾ കടാരകൾ പോലെ ആയിരുന്നു. അതെ, അതെ, അതെ. അവൾ നിന്നെ ഭയപ്പെട്ടു, നിന്നെ പേടിച്ചു. ഇല്ല. ആൽബം അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ നിലവിളിച്ചു. പക്ഷേ പിന്നീട് മറ്റൊരു പോളറോയിഡ് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൂന്തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന 2 സൂര്യകാന്തി പൂക്കളുടെ കീഴിൽ ഞാനും ഹോളും നിൽക്കുന്നത് അതിൽ കാണാം. ഞങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ നിഷ്കളങ്കവും അനിയന്ത്രിതമായ സന്തോഷം കൊണ്ട് തിളങ്ങി. എനിക്ക് ഉയരമുള്ള സൂര്യകാന്തി പൂക്കൾ വരച്ചു തരൂ. അവളുടെ ശാന്തമായ ശബ്ദം എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. ഒരു കുട്ടിക്ക് ലോകം വളരെ വലുതും വളരെ നിഗൂഢവും സാഹസികത നിറഞ്ഞതുമാണ്. എൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പുതിയതെല്ലാം പരിവേഷണം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു ഇലയിൽ ഒരു പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ ഹോളും ഞാനും ഒരു കാട് കണ്ടു. ഞങ്ങളുടെ കാട്. പൂക്കളും കളകളും മരങ്ങളും
മാന്ത്രിക രാജ്യങ്ങളായി മാറി. ഞങ്ങൾ പരിവേഷകരായിരുന്നു. ഓരോ ജീവിയെയും പഴയ സുഹൃത്തിനെ പോലെ സ്വാഗതം ചെയ്തു. ഹോൾ ആദ്യമായി ഒരു മഴവില്ല് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ പുല്ലിൽ കിടക്കുകയായിരുന്നു. ചുറ്റും നേരിയ മഴ പെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ല. ആ നിമിഷത്തിൽ ആ ശാന്തത ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നെ ഷട്ടിൽ പിടിച്ച് വലിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തിളങ്ങി. ആകാശത്തിലെ ആ മനോഹരമായ വസ്തു എന്താണ്? അവൾ ചോദിച്ചുകൊണ്ട് വിരൽ ചൂണ്ടി. അത് മഴവില്ലാണ് ഹോൾ. ഞാൻ അവളോട് പറഞ്ഞു. അതിനെ പിന്തുടരാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ദിവസം മുഴുവൻ എന്നെ വലിച്ചു കഴിച്ചു. ഞങ്ങൾക്ക് അത് ഏതാണ്ട് പിടിക്കാൻ കഴിഞ്ഞതായി എനിക്ക് തോന്നി. അലസമായ വേനൽക്കാല ദിവസങ്ങളിൽ ഞങ്ങളിൽ ഒരാൾ പൂന്തോട്ടത്തിലൂടെ മറ്റൊരാളെ പിന്തുടരുന്ന ഒരു വലിയ വിശക്കുന്ന കടുവയാണെന്ന് നടിച്ച് ഞങ്ങൾ കളിക്കുകയായിരുന്നു. കുറ്റിക്കാടുകളിലൂടെ ഓടുന്നത് ഞാൻ ഓർക്കുന്നു. ഇലകൾ എൻ്റെ ചർമ്മത്തിൽ ഉരഞ്ഞു. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ശാഖകൾ പിന്നിലേക്ക് ഒടിഞ്ഞു വീണു. എൻ്റെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് വേട്ടയാടലിൻ്റെ വന്യമായ ആവശ്യം കൊണ്ടാണത്. എൻ്റെ പിന്നിൽ ഹോളനെ പിന്തുടരുകയായിരുന്നു. അവളുടെ കളിയായ മുരൾച്ചകൾ കാറ്റിൻ്റെ മർമ്മരമായി ലയിച്ചു. അവൾ കടുവയായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നതുവരെ ഞാൻ ഓടി. അവളുടെ കുഞ്ഞു കൈകൾ ഒടുവിൽ എൻ്റെ ഷട്ടിൽ പിടിച്ചു. ഞങ്ങൾ പുല്ലിലേക്ക് വീണു. ശ്വാസം മുട്ടി ചിരിച്ചു. ആകാശം ഞങ്ങളെ നോക്കി. അവളുടെ മരണശേഷം ആ പൂന്തോട്ടം മാറിയിരുന്നു. അത് അതുപോലെ തന്നെ കാണപ്പെട്ടു. പക്ഷെ അത് വ്യത്യസ്തമായി തോന്നി. അത് ഒരേ സമയം ശൂന്യവും ഭീതിജനകവുമായിരുന്നു. ഒരു കാലത്ത് അത്ഭുതങ്ങളുടെ ഒരു വിസ്മയ വനമായിരുന്ന പച്ച, മഞ്ഞ, ചുവപ്പ്, പർപ്പിൾ നിറങ്ങളുടെ ഒരു കാലിഡോസ്കോപ്പ്. ജീവിതം സ്പന്ദിച്ചിരുന്ന ഒരു സ്ഥലം. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇലകൾ മങ്ങിയതായി കാണപ്പെട്ടു. അവയുടെ അറ്റങ്ങൾ വക്രമായി അകത്തോട്ട് ചുരുങ്ങി. സൂര്യകാന്തി പൂക്കൾ മുമ്പത്തെ പോലെ മനോഹരമായിരുന്നില്ല. മറിച്ച് തിന്മയുടെ കാവൽക്കാരനെ പോലെയാണ് അവർ തോന്നിയത്. ഇരുണ്ട തട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ പഴയ പോളറോയിഡ് എൻ്റെ കയ്യിൽ നിന്ന് വിറച്ചു. പെട്ടെന്ന് ഞാൻ പൂന്തോട്ടത്തിലേക്ക് തിരിച്ചെത്തി. അവസാനമായി ഞങ്ങളുടെ പൂന്തോട്ടത്തിലൂടെ, ഞങ്ങളുടെ കാടിലൂടെ ഓടിയതിൻ്റെ ഓർമ്മയിലേക്ക്. എനിക്ക് 14 വയസ്സായിരുന്നു. ഞാൻ ഒരു ഓർമ്മയെ പിന്തുടരുകയായിരുന്നു. നഷ്ടപ്പെട്ട എന്തോ തിരികെ പിടിക്കാനുള്ള ആഗ്രഹത്തോടെ ഞാൻ കളകളിലൂടെയും കുരുങ്ങിക്കിടക്കുന്ന കുറ്റിക്കാടുകളിലേക്കും ഓടി. എൻ്റെ ശ്വാസം പെട്ടെന്നുയർന്നു. എൻ്റെ ഹൃദയമിടിപ്പ് മുമ്പത്തെ പോലെ വേഗത്തിലായി. എൻ്റെ പിന്നിൽ ഹോൾ നിൽക്കുന്നതും ഇലകൾക്കിടയിലൂടെ മുഴങ്ങുന്ന അവളുടെ ചിരിയും അവളുടെ കളിയായ മുരൾച്ചയും ഞാൻ സങ്കല്പിച്ചു. ഒരു നിമിഷത്തേക്കെങ്കിലും ആ അത്ഭുതം വീണ്ടും ജീവിച്ചു. ഞാൻ പിന്നെ കേട്ടു. എൻ്റെ പിന്നിലെ ശാഖകൾ ഒടിഞ്ഞു വീഴുന്നു. കുറ്റിക്കാടുകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. ചിരിയും മുറിവുറപ്പും കൂടിച്ചേർന്ന അവളുടെ ചിരി. അതിന് എന്തോ പ്രശ്നമുള്ളതായി തോന്നി. മനഃപൂർവ്വമുള്ള മോശമായ ഒരു അനുകരണം പോലെ. സന്തോഷമോ നിഷ്കളങ്കതയോ ഇല്ലാത്ത ഒരു ഞരക്കവും വേദനയും നിറഞ്ഞ ചിരി. ദേഷ്യത്തോടെയുള്ള തൊണ്ട പൊട്ടുന്ന ഒരു മുരൾച്ച. പിന്നിടേക്ക് നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. വിളറിയ പ്രേതരൂപം. തലകൾക്കും കുറ്റിക്കാടുകൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്നു. അവളുടെ നിർജീവവും കുറ്റപ്പെടുത്തതുമായ കണ്ണുകൾ എന്നെ ഉറ്റുനോക്കി. കുറ്റിക്കാടുകളുടെ നിഴലുകളിൽ നിന്ന് അവൾ പതുക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ മരവിച്ചു. ഭയത്താൽ തളർന്നുപോയി. അവൾ മുമ്പത്തെ പോലെ 4 കാലിൽ ഇഴഞ്ഞു. ഒരു കടുവയെപ്പോലെ നടിച്ചു. പക്ഷേ ഇപ്പോൾ അവളുടെ ചലനങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മരണ ദിവസത്തിലെന്നതുപോലെ ഒടിഞ്ഞും വളഞ്ഞും ഇരിക്കുന്ന അവളുടെ കൈകാലുകൾ അദൃശ്യമായ ചരടുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാവയെപ്പോലെ. ആ മുരൾച്ച കൂടുതൽ ആഴത്തിലായി. അവളുടെ ചെറിയ ശരീരത്തിൽ ഉൾപ്പെടാത്ത എന്തോ ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒരിക്കൽ ജീവൻ നിറഞ്ഞ അവളുടെ മുഖം ഇപ്പോൾ വിളറിയതും കറുപ്പുകൊണ്ടും വികൃതമായിരിക്കുന്നു. ഞങ്ങളുടെ ബാല്യകാല സാഹസിക യാത്രകളിൽ അവളുടെ കണ്ണുകളിൽ നൃത്തം ചെയ്തിരുന്ന പ്രകാശം ഇല്ലാതെയായി. പകരം അത് ഇരുട്ടും ശൂന്യതയും കൊണ്ട് നിറഞ്ഞു. അവളുടെ ചുണ്ടിൽ അസ്വാഭാവികമായതും വികൃതമായതുമായ ഒരു ചിരി വിടർന്നു. അവളുടെ നീലക്കണ്ണുകൾ കറുത്ത കുഴികളായി മാറി. അത് വിദ്വേഷത്താൽ ജ്വലിച്ചു. നിനക്കിനി കളിക്കാൻ ആഗ്രഹമില്ലേ? അവളുടെ ശബ്ദം ആഴത്തിലുള്ള ഭയാനകമായ ഗർജനാത്മകമായ ഒരു പുരൾച്ചയായിരുന്നു. ഞാൻ തിരിഞ്ഞോടി. ഞാൻ ഒരിക്കലും ഓടാത്തതുപോലെ ഓടി. എൻ്റെ നെഞ്ച് കത്തുകയായിരുന്നു. എൻ്റെ ഹൃദയം പടപടാ ഇടിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഓട്ടം നിർത്താൻ ധൈര്യം വന്നില്ല. ഇത്തവണ ചിരിയോ പൊട്ടിച്ചിരിയോ ഉണ്ടാകില്ല. അവൾ എന്നെ പിടികൂടിയാൽ അത് സന്തോഷകരമായി അവസാനിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ പിന്നിൽ നിന്ന് അവളുടെ ശബ്ദം ഞാൻ കേട്ടു. പകുതി അലറുന്ന, പകുതി മുരളുന്ന കോപത്തിൻ്റെ കൊടുങ്കാറ്റ് പോലുള്ള ശബ്ദം. ഇത് നിന്റെ തെറ്റാണ്. എല്ലാം നിന്റെ തെറ്റാണ്. ഇപ്പോൾ നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നു. എൻ്റെ നട്ടലിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ആ ശബ്ദം എൻ്റെ തലയിൽ പ്രകമ്പനം കൊള്ളിച്ചു. എൻ്റെ ചിന്തകളിലേക്ക് തുളച്ചു കയറി. ഞാൻ ഓടുമ്പോൾ എൻ്റെ മുഖത്ത് ശാഖകൾ ആഞ്ഞിടിച്ചു.
ചുറ്റുമുള്ള വായു കട്ടിയുള്ളതും ഭാരമുള്ളതുമായി തോന്നി. അത് ജീർണതയുടെ രൂക്ഷഗന്ധം നിറഞ്ഞതായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. എൻ്റെ പിന്നിലുള്ള ശാഖകളുടെ പൊട്ടലുകൾ ഉച്ചത്തിലായി. ഇപ്പോൾ അവളുടെ അലർച്ച കൂടുതൽ അടുത്തു വരികയാണ്. അവളെന്നെ പിടികൂടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ നിലവിളിച്ചു. എൻ്റെ തൊണ്ടയിൽ നിന്ന് പരുഷവും നിരാശകരവുമായ ശബ്ദം ഉയർന്നു. ദൂരെ എവിടെ നിന്നോ ആരോ എന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ കുറ്റിക്കാട്ടിൽ നിന്ന് തുറസായ സ്ഥലത്തേക്ക് ചാടി. ബലിഷ്ഠമായ കൈകൾ എന്നെ പൊതിഞ്ഞു. അവളാണ് എന്നെ പിടിച്ചതെന്ന് കരുതി ഞാൻ ശക്തമായി പോരാട്ടം നടത്തി. അമ്മയുടെ ആലിംഗനത്തിൻ്റെ പരിചിതമായ ചൂട് അനുഭവിച്ചപ്പോഴാണ് ഞാൻ സുരക്ഷിതരാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അമ്മയുടെ നെഞ്ചിൽ ചാരി നിയന്ത്രിക്കാനാകാതെ കരയാൻ തുടങ്ങി. അമ്മ എൻ്റെ പുറകിൽ തലോടി എന്നെ മുറുക്ക കെട്ടിപ്പിടിച്ചു. എന്താണ് സംഭവിക്കുന്നത്? അമ്മ ചോദിച്ചു. പക്ഷേ എനിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും കൂടുതലായി പറഞ്ഞില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരിക്കലും ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ മിടുക്കരായിരുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണുനീർ എൻ്റെ കാഴ്ചയെ മങ്ങിച്ചു. ഞാൻ അവളെ കണ്ടു. കുറ്റിക്കാട്ടിൽ പാതി മറഞ്ഞിരിക്കുന്ന അവളുടെ വിളറിയ ഭയാനകമായ മുഖം, ശൂന്യവും വെറുപ്പ് നിറഞ്ഞതുമായ കണ്ണുകളോടെ എന്നെ തുറച്ചു നോക്കി. ആ പുഞ്ചിരി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അത് അവളുടെ മുഖത്ത് ഒരു ക്രൂരമായ മുറിവ് പോലെ കൊത്തിവെച്ചിരുന്നു. അവൾ എന്നും അവിടെ ഉണ്ടായിരുന്നോ? വർഷങ്ങളായി നീ എന്നെ നിരീക്ഷിക്കുകയായിരുന്നോ? എപ്പോഴും ഒരുപടി പിന്നിലായി ആക്രമിക്കാനൊരു അവസരത്തിനായി അവൾ കാത്തിരിക്കുകയായിരുന്നോ? അല്ല, അത് അവളല്ല. അതൊരിക്കലും സാധ്യമല്ല. അത് മറ്റെന്തോ ആണ്. ഭയാനകമായ എന്തോ മുത്തശ്ശി എനിക്ക് മുന്നറിയിപ്പ് നൽകിയ അതായിരുന്നു. അതെന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ എനിക്കതിനെ എങ്ങനെ നേരിടാൻ കഴിയും? അതിന് എന്താണ് വേണ്ടത്? ഞാൻ ഏറ്റവും നല്ല സഹോദരനായിരുന്നില്ലെന്ന് എനിക്കറിയാം. തെറ്റ് ഞാൻ ചെയ്തു, അന്നും ഇന്നും. എനിക്കൊരിക്കലും അവളെപ്പോലെ ആകാൻ കഴിഞ്ഞില്ല. പെർഫെക്റ്റ് ഹോളി. അവൾക്ക് എന്നെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് സംഭവിച്ചത് ഞാൻ പോലും കുറ്റക്കാരനായിരിക്കും. അതാണോ ആ രൂപം ഞാൻ സമ്മതിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചെയ്താൽ എനിക്ക് സമാധാനം ഉണ്ടാകുമോ? ആ മന്ത്രിപ്പുകൾ എവിടെ അവസാനിച്ചെന്നും എൻ്റെ സ്വന്തം ചിന്തകൾ എവിടെ തുടങ്ങിയെന്നും എനിക്ക് മനസ്സിലായില്ല. അവ എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു, നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെയും ഹോളിൻ്റെയും സൂര്യകാന്തി പൂക്കളുടെയും ഒരു പോളറോയിഡ് എടുത്തു. കുറ്റിക്കാടുകളിലൂടെ ഓടുന്നതിൻ്റെയും ചിരിക്കുന്നതിൻ്റെയും കുട്ടിക്കാലത്തെ അത്ഭുതത്തിൻ്റെയും ഓർമ്മകളിൽ ഞാൻ മുറുക്കം പിടിച്ചു. അടുത്തതായി എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഓർമ്മകൾ ആവശ്യമായിരുന്നു. എപ്പോഴും അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ തട്ടിലേക്കുള്ള യാത്രയുടെ പിറ്റേന്ന് അടുത്തായി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ബേസ്മെൻറ്റിലെ കിടപ്പുമുറിയിൽ കിടന്നു. എൻ്റെ ചിന്തകളെ ചുറ്റിപ്പറ്റി എൻ്റെ മനസ്സിൻ്റെ വ്യക്തതയെ ഇല്ലാതാക്കിക്കൊണ്ട് മന്ത്രിപ്പുകൾ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു. അവ എപ്പോഴും എനിക്ക് അടുത്തായി കേൾക്കപ്പെടാനായി കാത്തിരിക്കുകയായിരുന്നു. ഓരോ വാക്കും മറ്റൊരാളുടേത് എന്നതുപോലെ തോന്നി. എനിക്കെന്തോ കുഴപ്പമുണ്ട്, അവർ പറഞ്ഞു. ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയായിരിക്കും. എന്തോ എനിക്കെതിരെയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു അത്. അതെൻ്റെ അമ്മയുമായി ഗൂഢാലോചന നടത്തി. അവളെ എനിക്കെതിരെ തിരിച്ചു. അമ്മയുടെ സാന്നിധ്യം എൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി, അസ്വസ്ഥമാക്കി. ജൂലിയൻ, നീ കാറിൽ പെട്രോൾ അടിക്കാൻ മറന്നോ? ഞാൻ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റു. ഞാൻ മറന്നുപോയി. അമ്മേ, അകത്തേക്കൊന്ന് വരുന്നതിന് മുമ്പ് വാതിലൊന്ന് മുട്ടി വിളിച്ചൂടെ? അമ്മ ധൈര്യമായി എന്നെ നോക്കി. സ്വന്തം സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ജൂലിയൻ. അമ്മയുടെ ശബ്ദം പരുക്കനും നിരാശാജനകവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. ഒരു വിചിത്രമായ സ്വരം. ഞാൻ അമ്മയെ നിസ്സഹായതയോടെ നോക്കി. ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളത്ര... അമ്മയൊരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് വിഷയം മാറ്റി. ജൂലിയൻ, നീ തട്ടിലേക്ക് പോയിരുന്നോ? ഞാൻ മരവിച്ചു പോയി. ഞാൻ കള്ളം പറയാൻ പോവുകയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഞാൻ പോയ കാര്യം അറിയാം. അല്ലെങ്കിൽ അമ്മ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതെ, ഞാൻ ചില പഴയ സാധനങ്ങൾ തപ്പുകയായിരുന്നു. നിൻ്റെയും ഹോളിൻ്റെയും പഴയ സാധനങ്ങൾ. നീ അതൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ എടുത്ത് തിരികെ വയ്ക്കണം. അടുത്തവണ ഗോവണി വീണ്ടും ക്ലോസറ്റിൽ തന്നെ വയ്ക്കണം. എൻ്റെ ശരീരം മുഴുവൻ പിരിമുറുക്കത്തിലായി. അമ്മയുടെ പെരുമാറ്റം ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്നത് പോലെ തോന്നി. അമ്മയുടെ കണ്ണുകൾക്ക് പിന്നിൽ എന്തോ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, ഞാൻ മറന്നു. ജൂലിയ, നീ എന്തിനാണ് ആ സാധനങ്ങൾ തപ്പിയത്? ഈയിടെയായിട്ടുള്ള നിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. മന്ത്രണങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തെ മുറിയിൽ ചുറ്റിത്തിരിഞ്ഞ് എന്നെ വലയം ചെയ്തു. നീ ആരാണെന്ന് അവൾക്കറിയാം. തകർന്ന വികൃതമായ ഒരു മനസ്സിൻ്റെ ഉടമ. ഈവിൾ. ഇനി അധിക നാളില്ല. എനിക്ക് ആ വസ്തുക്കളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ എന്നെ സംശയത്തോടെ വളരെ നേരം നോക്കി. ഇനി ഇത് ഇങ്ങനെ തുടരാൻ പറ്റില്ല.
ഒടുവിൽ അതും പറഞ്ഞ് അമ്മ പോയി. അതേ രാത്രിയിൽ ഞാൻ അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ലിവിംഗ് റൂമിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കഴിയുന്നത്ര നിശബ്ദത പാലിച്ച് ഒളിച്ചു നോക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ സംസാരം എനിക്ക് കേൾക്കാനായി. അവൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മയുടെ ശബ്ദം ഇടറിയിരുന്നു. പക്ഷേ അമ്മയുടെ മറുപടിയുടെ സാരാംശം എനിക്ക് മനസ്സിലായി. നമുക്ക് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. നമുക്ക് ഇതിങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. അവനെന്തോ കുഴപ്പമുണ്ട്. നമ്മളുടൻ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയാണ്. അച്ഛൻ അമ്മയോട് യോജിക്കുന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ സിരകൾ മരവിച്ചു. ആ പിറുപിറുക്കലുകൾ വീണ്ടും എൻ്റെ ചുറ്റും പടർന്നു. ദുഷ്ടമായ പരിഹാസത്തോടെ എന്നെ കളിയാക്കി. നിനക്കിനി അച്ഛൻ്റെ സഹായമൊന്നും ലഭിക്കില്ല. ഒരു സഹായവും ലഭിക്കില്ല. അത് നിൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയെല്ലാം ഇപ്പോൾ നിനക്കെതിരെ തിരിച്ചിരിക്കുന്നു. ആ രാത്രി ഞാൻ ബേസ്മെൻറ്റിലേക്ക് നടക്കുമ്പോൾ മുമ്പത്തേക്കാളും കൂടുതൽ ഒറ്റപ്പെടൽ എനിക്ക് അനുഭവപ്പെട്ടു. മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നതിന് ശേഷം ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ ഞാൻ ഉറക്കമെണീറ്റപ്പോൾ കണ്ണുകൾ മങ്ങിയ അവസ്ഥയിൽ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഞാൻ കണ്ടു. എൻ്റെ കിടപ്പുമുറിയുടെ പകുതി തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ വിടവിലൂടെ അമ്മ എന്നെ നോക്കുകയായിരുന്നു. അവളുടെ കാലൊച്ചകൾ ഞാൻ കേട്ടില്ല. അമ്മ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. വാതിലിൻ്റെ നിഴലിൽ അമ്മയുടെ മുഖം പകുതി മറഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകൾ, ആ കണ്ണുകൾ ഞാൻ ഒരിക്കൽ അറിഞ്ഞിരുന്ന മൃദുലതയിൽ നിന്ന് വളരെ അകലെയാണ്. പൈശാചികമായ എന്തോ ഒന്ന് അവയിൽ ജ്വലിച്ചു. അമ്മയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, വളരെ വികൃതമായ ഒന്ന്. ഞാൻ തലയിണയിൽ മുഖം പൂഴ്ത്തി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് മുമ്പ് എത്ര നാൾ കൂടി എന്നെ വേദനിപ്പിക്കും? ദിവസം മുഴുവൻ ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിന്നു. എൻ്റെ വീടിൻ്റെ പിന്നിലെ കാട്ടിലൂടെ ഞാൻ അലഞ്ഞു നടന്നു. എൻ്റെ ശേഷിച്ച ശക്തി സംഭരിക്കാൻ ഞാൻ ശ്രമിച്ചു. എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ആ മന്ത്രിപ്പുകൾ, അമ്മയുടെ വിചിത്രവും ശത്രുതാപരവുമായ പെരുമാറ്റം, ഹോളിനെ കണ്ടത്, പിന്നെ മുത്തശ്ശിയുടെ മുന്നറിയിപ്പുകൾ, സന്തോഷകരമായ ബാല്യകാല നിഷ്കളങ്കതയുടെ ഓർമ്മകൾ, എല്ലാം തകർന്ന് തരിപ്പണമായത്. അങ്ങനെയെല്ലാം വികാരങ്ങളുടെയും ചിന്തകളുടെയും ഓർമ്മകളുടെയും ഒരു കൊടുങ്കാറ്റ് ഒന്നായി ലയിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉയർന്നു. എന്തോ ഒന്ന് വരാനുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി അധിക നാളില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാറ്റിൻ്റെയും അവസാനത്തിൻ്റെ തുടക്കം ആ രാത്രിയിൽ വൈകിയാണ് സംഭവിച്ചത്. കിടപ്പുമുറിയിൽ നിന്ന് അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു. ജൂലിയൻ, നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണം, ഇപ്പോൾ തന്നെ. അമ്മയുടെ ശബ്ദത്തിൽ ലേശം ആജ്ഞയുടെ സ്വരമുണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് ഹിപ്നോട്ടിസ് ചെയ്തതുപോലെ എൻ്റെ കാലുകൾ എന്നെ കിടപ്പുമുറിയുടെ വാതിലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒരു ആന്തരിക ശബ്ദം എന്നോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് ശരിക്കും അമ്മയാണോ? അതെനിക്ക് എങ്ങനെ ഉറപ്പിക്കാനാകും? ഞാൻ വാതിൽ തുറന്നു. എന്നെ എതിരേറ്റത് ഇരുട്ടാണ്. ഞാൻ ഞെട്ടിത്തരിച്ചു. ഉടനെ ലൈറ്റ് സ്വിച്ചിനായി ഞാൻ കൈനീട്ടി. മുറി ശൂന്യമായിരുന്നു. വാതിലടച്ചപ്പോൾ എനിക്ക് ഉത്കണ്ഠയും ഭയവും തോന്നി. ഞാൻ പടികളിറങ്ങി. പകുതി ദൂരം എത്തിയപ്പോഴാണ് അവളുടെ നിലവിളി ഞാൻ വീണ്ടും കേട്ടത്. ജൂലിയൻ, ഇങ്ങോട്ട് വാ, നിന്നോട് എനിക്ക് സംസാരിക്കണം. ശബ്ദം ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ കർക്കശമായിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ ശകാരിക്കുന്ന അമ്മയെപ്പോലെ. പക്ഷേ ഞാനിപ്പോൾ ഒരു കുട്ടിയല്ല. ആ ശബ്ദം തീർച്ചയായും എൻ്റെ അമ്മയുടേതാകാൻ സാധ്യതയില്ല. ഞാൻ പടികളിറങ്ങി മുന്നോട്ട് നീങ്ങിയപ്പോൾ വീട് മുഴുവൻ ഇളക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ ഒരു ശബ്ദം മുഴങ്ങി. ജൂലിയൻ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതരുത്. ചെറുപ്പക്കാരാ, നീ വലിയ കുഴപ്പത്തിലാണ്. ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ പടികളിറങ്ങി. എൻ്റെ കുട്ടിക്കാലത്തെ ശൂന്യവും ഭയാനകവുമായ മുറിയിൽ ഞാൻ എൻ്റെ അമ്മയെ തിരഞ്ഞു. ആ നിമിഷം എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നലുണ്ടായി. കിടപ്പുമുറിയിൽ നിന്ന് എന്നോട് ആക്രോശിച്ചതോ അർദ്ധരാത്രിയിൽ എന്നെക്കുറിച്ച് മന്ത്രിച്ചതോ ആയ അമ്മയല്ല, മറിച്ച് എൻ്റെ യഥാർത്ഥ അമ്മ. അമ്മയെ എവിടെയും കണ്ടെത്താനായില്ല. പിന്നെയാണ് ഞാനൊരു കാര്യം ഓർത്തത്. കിടപ്പുമുറിയുടെ പിൻഭാഗത്തുള്ള ചെറിയ സ്റ്റോറേജ് റൂമിൽ ഞാൻ നോക്കിയില്ല. അമ്മ എന്തിനാണ് അവിടെ ഇരുന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ഭയപ്പാടോടെ ചിന്തിച്ചു. അമ്മയ്ക്ക് സുഖമല്ല. ഇത് അമ്മയല്ല. അങ്ങനെയാകാൻ വഴിയില്ല. അത് അമ്മയെ പിടികൂടിയിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നത്. നീ അതിനെ നേരിടണം, അല്ലാതെ രക്ഷയില്ല. ഞാൻ വീണ്ടും മുകളിലെത്തി അമ്മയുടെ കിടപ്പുമുറിയിലേക്ക് പോയി. മറ്റ് മാർഗങ്ങളൊന്നുമില്ല. കുറഞ്ഞത് ഒരു പോരാട്ടമെങ്കിലും ഇല്ലാതെ അത് എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ സ്റ്റോറേജ് റൂമിലേക്കുള്ള ചെറിയ വാതിലിലേക്ക് നോക്കി. ഹോളും ഞാനും അവിടെ ധാരാളം സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഞങ്ങളെ പ്രിയപ്പെട്ട ഒളിത്താവളം. എൻ്റെ അമ്മ അവിടെ സൂക്ഷിച്ചിരുന്ന ക്രിസ്മസ് ഡെക്കറേഷൻ കൊണ്ട് ഞങ്ങൾ അവിടെ അലങ്കരിച്ചു. ജൂലൈയിലെ ക്രിസ്മസ്. ഞങ്ങൾ വയറുവേദനിക്കുന്നതുവരെ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു.
അമ്മയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന അലങ്കോലം ഇഷ്ടമല്ലായിരുന്നു. കുട്ടിക്കാലത്തേക്കുള്ളൊരു കവാടം പോലെ തോന്നി എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നത് പോലെ. അവിടെ സന്തോഷകരമായ ചിരിയോ ക്രിസ്മസ് ഡെക്കറേഷനുകളോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് അതിനെ നേരിട്ടേ പറ്റൂ. ഞാൻ പോക്കറ്റിൽ തട്ടി. പോളറോയിഡും പഴയ ഡ്രോയിങ്ങും അപ്പോഴും പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു നെടുവീർപ്പോടെ അത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തയ്യാറായി ഞാൻ പതുക്കെ വാതിൽ തുറന്നു. സത്യം കണ്ടെത്താൻ ഞാൻ തയ്യാറായി. അത് എന്തുതന്നെയായാലും കുറച്ചു കാലമായി സ്റ്റോറേജിലെ ലൈറ്റ് ശരിയായി പ്രവർത്തിക്കുന്നില്ല. അധികം വെളിച്ചമില്ലാത്തൊരു ബൾബ് മധ്യഭാഗത്തെ മാത്രം പ്രകാശിപ്പിച്ചു. അപ്പോൾ ബാക്കി ഭാഗം മുഴുവൻ ഇരുട്ടായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതോ ഡീമൻ. പക്ഷെ ഞാൻ. ഇരുട്ടിൽ നിന്ന് ഒരു താഴ്ന്ന ഒരു ചീറ്റൽ ശബ്ദം. എൻ്റെ അമ്മയുടെ സ്വരത്തിൻ്റെയും ഹോളിൻ്റെ ബാലിശമായ അപേക്ഷയുടെയും ഇരുണ്ട എന്തോ ഒന്നിൻ്റെയും വളച്ചൊടിച്ച മിശ്രിതം. വാക്കുകൾ വിഷം പോലെ ഒലിച്ചിറങ്ങി. ഓരോക്ഷരവും വികലമായി, അസ്വാഭാവികമായി. ഡീമൻ? എന്തൊരു ദുർബലമായ ഭാവന. എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ ഞാനൊരു ഡീമൻ ആയിരുന്നുവെങ്കിലെന്ന് നീ ആഗ്രഹിക്കും. ആ ശബ്ദം ഗ്ലാസ് പോലെ ചിന്നിച്ചെതറി. പക്ഷെ എല്ലാം കേട്ടു. അമ്മയുടെ ശകാരം, ഹോളിൻ്റെ ചിരി, വിദൂരതയിലുള്ള അച്ഛൻ്റെ ഞരക്കം, അവൻ്റെ നിസ്സംഗതയും എല്ലാം ഒന്നായി ഒരു ഭീകരമായ സ്വത്വമായി മാറി. ഭയമുണ്ടെങ്കിലും അപ്പോൾ ദേഷ്യമെന്ന വികാരം എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ അർഹിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും വിളിച്ചു, നീ ആരായാലും ഇനി ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചോടുകയില്ല. എൻ്റെ ഉള്ളിലെ ഓരോ നാരിയിലും ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. മങ്ങിയ വെളിച്ചത്തിൽ ക്രൗഡ് പ്ലേസിൽ നിന്ന് ഉയർന്നു വന്ന ആ മുഖം ഹോളിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുള്ള എല്ലാറ്റിനും വിപരീതമായ ഒരു ഭയാനക രൂപമായിരുന്നു. അവളുടെ കണ്ണുകൾ നീലയായിരുന്നു. പക്ഷേ അത്ര നീലയല്ല. അസ്വാഭാവികമായി തിളക്കമുള്ള ഇളം നീലയല്ല. വെളുപ്പാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ തിളക്കമുണ്ടായിരുന്നു അവ. ആ കണ്ണുകളിൽ വെറുപ്പും വിദ്വേഷവും കോപവും നിറഞ്ഞിരുന്നു. അവളുടെ തൊലി വിളറിയിരുന്നു. ചുണ്ടുകൾ ചുവന്നിരുന്നു. പക്ഷേ അത്ര വിളറിയില്ല. ചുവപ്പുമല്ല, മഞ്ഞിൽ രക്തം പുരണ്ടതുപോലെ. അവളുടെ വായ തലകീഴായി മറിയുന്നത് പോലെ തോന്നി. പിന്നെ ആ വൃത്തികെട്ട പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ഓർമ്മയുള്ള പുഞ്ചിരിയുടെ പരിഹാസമായ അനുകരണം. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അത്ര മോശമല്ല അല്ലേ? ആ ശബ്ദം മൂളുകയും മുരളുകയും ചെയ്തു. ഞാൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നെ കാണാൻ ഇതിലും ഭംഗിയുണ്ടാകുമായിരുന്നു. ആ ഭയങ്കരമായ പരുക്കൻ ചിരി ആ സ്റ്റോറേജ് മുറിയിൽ നിറഞ്ഞു. എൻ്റെ മനസ്സ് അവിടെ നിന്ന് ഓടിപ്പോകാൻ എന്നോട് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ അവിടെ തന്നെ നിന്നു. നീ എൻ്റെ സഹോദരിയല്ല, ഒരു വിറയലോടെ ഞാൻ പറഞ്ഞു. അവൾ പതുക്കെ നടന്നു വന്നു. ക്രിസ്മസ് അലങ്കാരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. നമ്മൾ ഈ സ്ഥലം അലങ്കരിക്കാറുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഒരു ഗ്ലാസ് കളിപ്പാട്ടത്തിൽ ചവിട്ടിയപ്പോൾ അത് പൊട്ടിപ്പോയി. നീ കരഞ്ഞു. നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനവിടെ ഉണ്ടായിരുന്നു അല്ലേ? നിന്റെ സഹോദരി അല്ലായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം എങ്ങനെ അറിയാൻ കഴിയും? ജൂലിയൻ, നീ എവിടെയായിരുന്നു ഞാൻ വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ? ഞാൻ തലകുനിച്ചു. ഞാൻ ഉണ്ടായിരുന്നു ഹോൾ, ഞാൻ. അപ്പോൾ മുത്തശ്ശിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അതിന് നിന്നെ അറിയാം. അത് നീ സ്നേഹിക്കുന്നതെല്ലാം വൃത്തികെട്ട ഒന്നാക്കി മാറ്റും. അവളെ നേരിടാൻ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ചു. ഇല്ല, നീ കള്ളം പറയുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. പൂന്തോട്ടത്തിൽ നമ്മൾ കളിച്ച് ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പരസ്പരം എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അവൾ ചിരിച്ചു. ശരിക്കും? ദേഷ്യത്തോടെ അവളൊരു ഗ്ലാസ് ഓർണമെൻ്റ് എടുത്ത് എൻ്റെ നേരെ എറിഞ്ഞു. അതെൻ്റെ പിന്നിൽ ചുവരുകളിലിടിച്ച് തകർന്നു വീണു. ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ നീ എന്നെ ഒറ്റയ്ക്കാക്കിയതൊക്കെ ഓർമ്മയുണ്ടോ? അവൾ അലറി. എൻ്റെ ശരീരം വിറച്ചു. ഇല്ല, അതങ്ങനെയല്ല. നീ അബദ്ധത്തിൽ പ്ലേ ഹൗസിൽ പെട്ടുപോയതാണ്. അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് എഴഞ്ഞു വന്നു. അടുത്തെത്തുമ്പോൾ അവളുടെ ഒടിഞ്ഞ കാലുകൾ അസഹ്യമായ ഞെരുക്കൽ ശബ്ദങ്ങൾ ഉണ്ടാക്കി. കള്ളം. അവളുടെ വിളറിയ മുഖത്തിലൂടെ രക്തക്കണ്ണീർ ഒഴുകി. ആ സമയം നീ ലിയോയെ ഉപദ്രവിച്ചല്ലോ. എനിക്ക് ആ കളിപ്പാട്ടം വളരെ ഇഷ്ടമായിരുന്നു ജൂലിയൻ. നിനക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഞാൻ അവളിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങി. ഞാനതിന് ക്ഷമ പറഞ്ഞില്ലേ? എന്നെ കൊല്ലാനെന്ന രീതിയിൽ അവൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയും നിന്നെ സ്നേഹിച്ചതിലും അധികം എന്നെ സ്നേഹിച്ചു. നിനക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്കും നിന്നെ പേടിയായിരുന്നു. അത് നിനക്കറിയാമോ? അവൾ അടുത്തെത്തുന്തോറും അവളുടെ ഒടിഞ്ഞ കാലുകൾ വീണ്ടും കീറിക്കൊണ്ടിരുന്നു. അവളുടെ ഭയാനകമായ വിളറിയ മുഖം എൻ്റെ മുഖത്തോട് കൂടുതലെടുത്തു. താഴെയുള്ള പരവതാനിയിൽ ചോര പുരണ്ട കണ്ണുനീർത്തുള്ളികൾ ഇറ്റിട്ട് വീണു. നമ്മുടെ വീടിന് പിന്നിലെ കാട്ടിൽ ഒളിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എന്നെ തള്ളിയിട്ടു. ആ താഴ്ചയിലേക്ക് എന്നെ തള്ളിയിട്ടു. ഞാൻ കുറേ നേരം അവിടെ കിടന്നു. നീ എന്നെ നോക്കി നിന്നു. അവൾ ഉച്ചത്തിൽ അലറി. കോപവും സങ്കടവും കൊണ്ട് ഒരു പൊട്ടിത്തെറി. അതെന്നെ വേദനിപ്പിച്ചു ജൂലിയൻ. അത് ഭയങ്കരമായി എന്നെ വേദനിപ്പിച്ചു.
അവളുടെ മൃതദേഹത്തിൽ നിന്ന് വരുന്ന തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്ര അടുത്തായിരുന്നു അവൾ. വിറയലോടെയും സങ്കടത്തോടെയും വാക്കുകൾ എൻ്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. ഇല്ല ഹോൾ, എനിക്ക് കഴിയില്ല. അത് ഞാനല്ല. അതൊരു അപകടമായിരുന്നു. അത് ഞാനായിരിക്കില്ല. അവളുടെ ദേഷ്യത്തോടെയുള്ള നിലവിളി ഉച്ചത്തിലായി. ഞാനവളെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് സമ്മതിക്കാൻ പോവുകയായിരുന്നു. അവളോടും അതിനോടും അച്ഛനോടും അമ്മയോടും എന്നെ കേൾക്കാൻ തയ്യാറായ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഒരു അന്തിമ വിധി പറയാനും എന്നെ കീറിമുറിക്കാനും അവൾ തയ്യാറായിരുന്നു. എല്ലാം അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി എനിക്ക് ഒന്നും സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ എൻ്റെ പോക്കറ്റിൽ എന്തോ കത്തുന്നത് പോലെ തോന്നി. ഞാൻ പോളറോയിഡ് പുറത്തെടുത്തു. എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന വഴി എന്നതുപോലെ ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ അത് മുറുകെ പിടിച്ചു. അവളുടെ അവശേഷിപ്പിച്ച ഏക ഓർമ്മയായിരുന്നു അത്. ഇപ്പോൾ എന്നെ വേട്ടയാടുന്ന വിളറിയ വികൃതമായ ആ രൂപമല്ല, മറിച്ച് ലോകത്തെ അത്ഭുതത്തോടെ കണ്ട ആ ചെറിയ പെൺകുട്ടി, എൻ്റെ സഹപരിവേഷക, എൻ്റെ ഹോൾ. ഞാൻ ആ ഫോട്ടോ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷങ്ങളിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് എന്നെ എത്തിക്കാൻ ശ്രമിച്ചു. ഹോളും ഞാനും പൂന്തോട്ടത്തിൽ മുഖത്ത് പുഞ്ചിരിയോടെ ഉയരമുള്ള സൂര്യകാന്തികൾക്ക് കീഴിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് മഴവിലുകളെ പിന്തുടർന്ന് കടുവകളെപ്പോലെ കാട്ടിൽ ഓടി നടന്നു. അതിത് ശ്രദ്ധിച്ചതായി തോന്നി. അതിൻ്റെ സാമീപ്യം മന്ദഗതിയിലായി. അവൾക്ക് വേണ്ടി ഞാൻ വരച്ച ചുളിഞ്ഞ ഡ്രോയിങ്ങുകളും ഞാൻ പുറത്തെടുത്തു. അലറിക്കൊണ്ട് ഒരു സംരക്ഷ കവചം പോലെ ഞാനതെല്ലാം എൻ്റെ മുന്നിൽ പിടിച്ചു. ഞാൻ എൻ്റെ സഹോദരിയെ സ്നേഹിച്ചിരുന്നു. അവൾ എന്നെയും സ്നേഹിച്ചു. നീ അവളല്ല. ഞാൻ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും എൻ്റെ ആത്മവിശ്വാസം വളർന്നു. അത് സ്റ്റോറേജ് സ്ഥലത്തിൻ്റെ ഇരുട്ടിലേക്ക് പതുക്കെ പതുക്കെ മാറി. അതിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളികൾ മന്ദഗതിയിലുള്ള വേദനകളുള്ള പിറുപിറുക്കലുകളായി മാറി. അത് ഭയാനകമായിരുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നതായിരുന്നില്ല. ഇപ്പോൾ അത് ഒരു ദയനീയമായ കരച്ചിലിന് സമമായിരുന്നു. ഈ കുഴപ്പങ്ങൾക്കിടയിൽ ദൂരെ നിന്ന് പരിചിതമായൊരു ശബ്ദം അടുത്തു വരുന്നത് ഞാൻ കേട്ടു. ആ ഭീകരരൂപം അതിൻ്റെ പിൻവാങ്ങൽ തുടരുന്നതിനിടയിൽ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. സ്റ്റോറേജ് സ്ഥലത്തിൻ്റെ വാതിൽ പതുക്കെ തുറന്നു. അമ്മ അലറുന്നത് ഞാൻ കേട്ടു. ജൂലിയൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അനങ്ങാൻ കഴിയാതെ ഞാൻ അവിടെയിരുന്നു. പൊട്ടിക്കരയുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ശൂന്യതയിലേക്ക് നോക്കി അലറുന്ന എന്നെപ്പറ്റി അമ്മ ഇപ്പോൾ എന്താകും ചിന്തിക്കുന്നത്? ഞാൻ ആലോചിച്ചു. പക്ഷേ അപ്പോൾ എനിക്ക് അമ്മയുടെ സ്പർശനം അനുഭവപ്പെട്ടു. അമ്മയുടെ ആലിംഗനം. കാലങ്ങളായി അമ്മയിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു അടുപ്പം. ജൂലിയൻ, ദയവായി എന്നോട് സംസാരിക്കണം. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തോ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ ശബ്ദം വ്യത്യസ്തമായി തോന്നി. ആരോപണങ്ങളില്ല, ആക്ഷേപമില്ല, ഉത്കണ്ഠയും ആർദ്രതയും മാത്രം. ഈ കുടുംബത്തിൽ നമ്മളാരും അധികം സംസാരിക്കാറില്ല. എൻ്റെ വാക്കുകൾ ഒരു വിറയലോടെ പുറത്തു വന്നു. അമ്മ പതുക്കെ എൻ്റെ മുഖം കൈകളിലെടുത്ത് എന്നെ നോക്കി. മോനെ, നീയാണ് സംസാരിക്കാത്തത്. ഞാൻ പലതവണ ശ്രമിച്ചു. നിനക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അച്ഛനും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ നിനക്ക് എന്ത് പറയണമെന്നറിയാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. നിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും വഴക്കിട്ടു. പക്ഷെ അത് എപ്പോഴും ഫലമില്ലാതെ അവസാനിച്ചു. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. പിന്നെ കാലം കടന്നുപോയി. പിന്നെ നിന്നിലുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിന്റെ വിഷമങ്ങൾ നിനക്ക് ഞങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ഞങ്ങളിൽ നിന്ന് പിന്മാറി നടന്നു. നീ നിന്റെ വിഷമങ്ങളുമായി പൊരുത്തപ്പെട്ടു, മുന്നോട്ട് പോയി. അവസാനം അതിൻ്റെ ഭാരം താങ്ങാനാവാതെ നീ തകർന്നുപോയി അല്ലേ? ഞാൻ തലയാട്ടി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അമ്മ എന്നെക്കുറിച്ച് എന്തൊക്കെയോ മന്ത്രിച്ചു. ഞാനത് കേട്ടു. അമ്മേ, അത് എൻ്റെ തെറ്റാണ്. ഹോളിന് എന്ത് സംഭവിച്ചു? അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. ചിലപ്പോൾ നമുക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യും. ഞാൻ ചിലപ്പോൾ നിന്ദിക്കാറുണ്ട്. അത് എൻ്റെ രീതിയാണ്. പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. എങ്ങനെ കഴിയും? അത് നിന്റെ തെറ്റല്ല. നീ ഒരു കുട്ടിയായിരുന്നു. അതൊരു അപകടമായിരുന്നു. നിന്നോടൊപ്പം കളിക്കുന്നതിനിടയിൽ അവൾ വീണു. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. നീ കൊണ്ടു നടന്ന കുറ്റബോധമെല്ലാം തുറന്നു പറയാൻ ഞാൻ നിനക്ക് അവസരം തരണമായിരുന്നു. ജൂൾസ് മോനെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം ഉള്ളിൽ ഒതുക്കി വെച്ചതിനെ ചെറുക്കാനുള്ള ഇച്ഛാശക്തി എന്നിൽ അവശേഷിച്ചിരുന്നില്ല. എനിക്കൊരിക്കലും സാധിക്കാതിരുന്നത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇവിടെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്, ഒരുപാട് മന്ത്രിപ്പുകൾ. എനിക്ക് ഇനി എന്ത് വിശ്വസിക്കണമെന്ന് അറിയില്ല. അമ്മ എൻ്റെ പുറം സൗമ്യമായി സ്നേഹത്തോടെ തലോടി. നിന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, എല്ലാം നിന്റെ ശ്രദ്ധ ആഗ്രഹിക്കുമ്പോൾ ദയയോടെ സംസാരിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇരുണ്ട സ്റ്റോറേജ് മുറിയിലൂടെ അമ്മയുടെ ആശ്വാസകരമായ ശബ്ദം പ്രതിധ്വനിക്കുന്നതായി തോന്നി. അത് അവശേഷിച്ച അവസാന മന്ത്രിപ്പുകളെ എന്നിൽ നിന്നും അകറ്റി. ഞങ്ങൾ കുറച്ചുനേരം അവിടെ ഇരുന്നു. ആനന്ദകരമായ നിശബ്ദതയിൽ ചിട്ടയായി പാക്ക് ചെയ്ത
പൊടി പിടിച്ച ക്രിസ്മസ് അലങ്കാരങ്ങൾക്കിടയിൽ, എൻ്റെ ബാല്യത്തിൻ്റെ പഴയകാല സങ്കേതത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ, എൻ്റെ അമ്മയുടെ തോളിന് മുകളിലൂടെ ഞാൻ നോക്കിയപ്പോൾ സംഭവിച്ചതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കവേ ഹോളിൻ്റെ വിളറിയ ഭയാനകമായ രൂപം അപ്രത്യക്ഷമായിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് 10 വയസ്സുകാരനായ ഞാൻ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. കടുവകളുടെയും മഴവില്ലുകളുടെയും സൂര്യകാന്തി പൂക്കളുടെയും നേരിയ ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ദുർബലവും വേദനാജനകവുമായ ഒരു കൊച്ചുകുട്ടിയുടെ രൂപം മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു.